ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ NUSERT ഹോട്ട് ടോപ്പിക്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളും മിസ്സാക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് കണ്ട് ഉപകരിച്ചെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഗ്ലോബിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. NUSERT ഗ്ലോബിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. വരയ്ക്കാം വായിക്കാം എന്ന 5ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ പോയിന്റ്സ് എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃക. നമുക്കറിയാം എന്താണ് ഗ്ലോബ് എന്നൊക്കെ നമുക്കറിയാം. എന്താണ് ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഒരു മാതൃകയാണ് ഗ്ലോബ്. എന്താണ് ഗ്ലോബ്? ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ്. അറിയാലോ. ആരാണ് ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ചത്? ചോദ്യം വരും. ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിക്കും. ആരാണ്? മാൽത്യൂസ് ആണ് കേട്ടോ. ആരാണ്? മാൽത്യൂസ് ആണ് ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ. ആരാണ്? മാൽത്യൂസ് ആണ്. അപ്പൊ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് എന്ത്? ഗ്ലോബ്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഒരു മാതൃകയെ നമ്മൾ വിളിക്കുന്നതാണ് ഗ്ലോബ്. ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? മാൽത്യൂസ് ആണ്. പഠിച്ചിട്ട് പോയിക്കോ. ഗ്ലോബ് ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മാൽത്യൂസ് ആണ്. ആരാണ്? മാൽത്യൂസ് ആണ്. ഇവിടെ നിന്ന് തന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചോ. പിന്നെ അത് നോക്കേണ്ടി വരരുത്. ഓക്കെ. ഈ പോയിന്റ് ഒന്നും ചിലപ്പോൾ പിന്നെ കണ്ണിൽ പെട്ടൊന്നും വരില്ല. അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചിട്ട് പോയിക്കോ. ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? മാൽത്യൂസ്. ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ചത് ആരാണ്? മാൽത്യൂസ് ആണ്. മാൽത്യൂസ് ആണ് ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ. പഠിച്ചല്ലോ. ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ് മാൽത്യൂസ്. ഓക്കെ. ഇനി ഗ്ലോബിനെ, ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഭൂമധ്യരേഖ. സാങ്കല്പിക രേഖയാണ് ഭൂമധ്യരേഖ. ഓക്കെ. അക്ഷാംശ രേഖയാണ് അല്ലെ. ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. നമുക്കറിയാം അല്ലെ. ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. എന്താണ് അക്ഷാംശ രേഖ? അക്ഷാംശ രേഖ ഇങ്ങനെ കാണുന്നതാണ്. അതായത് ഞാൻ അതിന്റെ ഷേപ്പ് മാത്രം പറഞ്ഞുതരാം. ഇങ്ങനെ പോകുന്നതാണ് അക്ഷാംശ രേഖ. അപ്പൊ നമുക്കറിയാം ഇതിൽ ഏറ്റവും വലുത് ഈ നടുവിലുള്ളതാണ്. ഈ നടുവിലുള്ളതാണ് ഭൂമധ്യരേഖ. മധ്യത്തിലുള്ളതല്ല. അപ്പൊ നടുവിലുള്ളതാണ് ഭൂമധ്യരേഖ. പിന്നെ ഇങ്ങനെയുള്ളത് രേഖാംശ രേഖയാണ് അല്ലെ. ഇങ്ങനെ കാണുന്നത് രേഖാംശ രേഖയാണ്. അതിൽ നടുവിലുള്ളതാണ് ഗ്രീനിച്ച് രേഖ. ഗ്രീനിച്ച് രേഖ. അപ്പൊ അത് രണ്ടും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അതിലെ ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഈ ഭൂമധ്യരേഖയെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവാം. ആദ്യം, ഭൂമധ്യരേഖ എത്ര രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? ഭൂമധ്യരേഖ എത്ര രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? 14 രാജ്യങ്ങളിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. എത്ര രാജ്യങ്ങളിലൂടെയാണ്? 14 രാജ്യങ്ങളിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. എത്രയാണ്? 14 രാജ്യങ്ങളിലൂടെ. ഇന്ത്യ ഉണ്ടോ? ഇന്ത്യയിലൂടെ ഭൂമധ്യരേഖ കടന്നു പോകുന്നുണ്ടോ? ഇല്ല. ഭൂമധ്യരേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നില്ല. ഭൂമധ്യരേഖ 14 രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ. 14 രാജ്യങ്ങളിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. ഇനി ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ബ്രസീലാണ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ. ഏതാണ്? ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം. വലിയ രാജ്യമാണ് ബ്രസീൽ. വലിയ വൃത്തം എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് ഭൂമധ്യരേഖയാണ് കേട്ടോ. അപ്പൊ അതും ഇതിന്റെ കൂടെ പഠിച്ചിട്ട് പോയിക്കോ. ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതാന്ന് ചോദിച്ചാൽ ഭൂമധ്യരേഖയാണ്. വലിയ വൃത്തം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭൂമധ്യരേഖയാണ്. അപ്പൊ അതും പഠിച്ചോ. ബ്രസീലാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ബ്രസീലാണ്. എത്ര രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്? 14 രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. കൃത്യമായി പഠിച്ചോ. ഇന്ത്യയിലൂടെ ഭൂമധ്യരേഖ കടന്നു പോകുന്നില്ല. ഒരു അക്ഷാംശ രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ. ഒരു പ്രധാന അക്ഷാംശ രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതേതാണ്? ഉത്തരായന രേഖയാണ്. ഈ ഭൂമധ്യരേഖ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തന്നിട്ട് ഉത്തരായന രേഖനെ പറ്റിയിട്ടും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോ 14 രാജ്യങ്ങളിലൂടെയാണ് കേട്ടോ. 14 രാജ്യങ്ങളിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? ഞാൻ ഇടയിൽ ഇനി സംസ്ഥാനമോ ജില്ലന്നോ വല്ലോ പറഞ്ഞോന്നറിയില്ല. 14 രാജ്യങ്ങളിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. 14 രാജ്യങ്ങളിലൂടെ. ഈ 14 രാജ്യങ്ങളിൽ, അതായത് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ഏത്? ബ്രസീലാണ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ. നമ്മൾ പഠിച്ചു ഇന്ത്യയിലൂടെ കടന്നു പോകുന്നില്ല. അപ്പൊ നമുക്ക് പഠിക്കാണ്ട് ഏഷ്യയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഏഷ്യയിൽ ഒരേ ഒരു രാജ്യത്തിലൂടെ, ഏഷ്യയിലൂടെ, അതായത്
ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഒരേ ഒരു ഏഷ്യൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഇന്തോനേഷ്യ. ഓക്കെ, ഇന്തോനേഷ്യ. ഓക്കെ, ഇന്തോനേഷ്യ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. സിമ്പിൾ അല്ലേ? ഏഷ്യൻ രാജ്യം, ഏഷ്യ, ഇന്തോനേഷ്യ. ഓക്കെ, അപ്പൊ ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 14 രാജ്യങ്ങളിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏത് എന്ന് ചോദ്യം വന്നാൽ അത് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ. ഈ ഇന്തോനേഷ്യയാണ് ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്നത്. അപ്പൊ ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ചോദ്യം എന്താണ്? ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഏതാണ്? ഇന്തോനേഷ്യയാണ്. ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീല്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. പിന്നെന്ത് പഠിച്ചു? ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? 14 രാജ്യങ്ങളാണ്. ഓക്കെ, 14 രാജ്യങ്ങളിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. പിന്നെയും പറയുന്നു, ഇന്ത്യയിലൂടെ ഭൂമധ്യരേഖ കടന്നു പോകുന്നില്ല. സ്റ്റേറ്റ്മെന്റ് വരും, ശ്രദ്ധിക്കണം. ഓക്കെ, ഇന്ത്യയിലൂടെ ഭൂമധ്യരേഖ കടന്നു പോകുന്നുണ്ട് എന്നൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റിക്കരുത്. ഭൂമധ്യരേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നില്ല. ഓക്കെ, 14 രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ രാജ്യങ്ങളിൽ ഏറ്റവും വലുതാണ് ബ്രസീൽ. ഓക്കെ, ബ്രസീലാണ് ഏറ്റവും വലുത്. പിന്നെ അതായത് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഒരേ ഒരു ഏഷ്യൻ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഇന്തോനേഷ്യ. ഓക്കെ, ഇന്തോനേഷ്യയാണ് ഒരേ ഒരു ഏഷ്യൻ രാജ്യം. അപ്പൊ എന്തായി? ഇന്ത്യ അതിലില്ലാന്ന് ഉറപ്പായല്ലോ. ഇന്തോനേഷ്യ, ഏഷ്യ. ഓക്കെ, ഏക ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. പഠിച്ചിട്ട് പോണേ. അപ്പൊ ഭൂമധ്യരേഖ എന്താണ് അറിയപ്പെടുന്നത്? വലിയ വൃത്തം എന്നറിയപ്പെടുന്നതും ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതെന്ന് ചോദിച്ചാലൊക്കെ ഏതാണ്? ഭൂമധ്യരേഖയാണ്. ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്നത് ഇന്തോനേഷ്യയാണ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം 14. ഇനി ഭൂമധ്യരേഖ ഒരു തലസ്ഥാനത്ത് കൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് ഭൂമധ്യരേഖ ഒരു രാജ്യത്തിന്റെ തലസ്ഥാനത്ത് കൂടെ കടന്നു പോകുന്നുണ്ട്. ഏതാണ്? പഠിച്ചു വെച്ചോ. ക്വിറ്റോ. കേട്ടിട്ടുണ്ടോ ഈ ക്വിറ്റോ? ക്വിറ്റോ. ഓക്കെ, ക്വിറ്റോ. ഇത് ഏതിന്റെ തലസ്ഥാനമാണ്? കണക്ട് ചെയ്തോ. ഈ ക്വാ കണ്ടോ? ക്വാ വെച്ച് കണക്ട് ചെയ്തോ. ഇക്വഡോറിന്റെ തലസ്ഥാനമാണ് ക്വിറ്റോ. ഓക്കെ, ഇനി അഥവാ ചോദ്യം എങ്ങനെ വരികയാണ്? ഭൂമധ്യരേഖ കടന്നു പോകുന്ന തലസ്ഥാനമായ ക്വിറ്റോ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണെന്നൊക്കെ ചോദ്യം വന്നാൽ ആ ക്വാ വെച്ച് കണക്ട് ചെയ്താൽ മതി. ക്വാ. ഓക്കെ, ക്വിറ്റോ. ഈ ക്വിറ്റോയിലും ഒരു ക്വാ ഉണ്ട്, ഇക്വഡോറിലും ഒരു ക്വാ ഉണ്ട്. ഓക്കെ, ഇക്വഡോർ. ക്വിറ്റോ, ഇക്വഡോർ. കിട്ടുമല്ലോ. ഇക്വഡോറിന്റെ തലസ്ഥാനമാണ് ക്വിറ്റോ. ഓക്കെ, ഭൂമധ്യരേഖ ഒരു സ്ഥലത്താണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ഭൂമധ്യരേഖ ഞാൻ പറഞ്ഞു സാങ്കല്പിക രേഖയാണ് അല്ലെ? സാങ്കല്പിക രേഖയാണ്. ഈ ഭൂമധ്യരേഖ സാങ്കല്പിക രേഖയാണ്. അപ്പൊ അതൊരു സ്ഥലത്ത് മാർക്ക് ചെയ്ത് വെക്കണ്ടേ? ഓക്കെ, അതെവിടെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്? ക്വിറ്റോയിലാണ് കേട്ടോ. ക്വിറ്റോ. ഓക്കെ, ഇക്വഡോറിന്റെ തലസ്ഥാനമായിട്ടുള്ള ക്വിറ്റോയിലാണ് ഭൂമധ്യരേഖ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഭൂമധ്യരേഖ അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ള സ്ഥലം ഏതാന്ന് വെച്ചാൽ ഇക്വഡോറിന്റെ തലസ്ഥാനമായിട്ടുള്ള ക്വിറ്റോ. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയെന്ന് നമ്മൾ പഠിച്ചു. എത്രയാണ്? 14. ഇപ്പൊ ഞാൻ ചോദ്യം ചോദിക്കും, പറഞ്ഞു തരണേ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 14. ഇനി പറയാം, ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം കിട്ടിയില്ലേ? ഏതാണ്? ബ്രസീലാണ് അല്ലെ? ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ. ഇനി ഭൂമധ്യരേഖ ഒരു ഏഷ്യൻ രാജ്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഒരു ഏഷ്യൻ രാജ്യം ഏത് ഏഷ്യൻ രാജ്യത്തിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്? ഏതാണ്? ഇന്തോനേഷ്യ. ഈ ഇന്തോനേഷ്യ എന്തോ ഒന്ന് അറിയപ്പെടുന്നുണ്ട്. അത് കിട്ടിയോ? ഇന്തോനേഷ്യ എന്താണ് അറിയപ്പെടുന്നത്? എവിടെയോ മരതകം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അല്ലെ? ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്നത് ഇന്തോനേഷ്യയാണ്. ഇനി ഭൂമധ്യരേഖ കടന്നു പോകുന്ന തലസ്ഥാനം ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? ഏത് രാജ്യത്തിന്റെ തലസ്ഥാനം എന്നായിരിക്കും ചോദ്യം വരിക. അപ്പൊ അതേതാണ്? ഇക്വഡോറിന്റെ തലസ്ഥാനം. ഇക്വഡോറിന്റെ തലസ്ഥാനമാണ്. ഇക്വഡോറിന്റെ തലസ്ഥാനത്തിന്റെ പേരെന്താണ്? ക്വാ വെച്ചിട്ട് കണക്ട് ചെയ്യുക. ക്വിറ്റോ. ഓക്കെ, ഇക്വഡോർ. ഈ ക്വാ വെച്ചിട്ട് കണക്ട് ചെയ്യുക. ഇക്വഡോറിലും ഒരു ക്വാണ്ട്. ഇക്വഡോർ. അതില് ക്വിറ്റോ എന്നല്ല, ഇതില്ല. ഓക്കെ, ഇതില്ല. ക്വിറ്റോ. അപ്പൊ ക്വാ വെച്ചിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഇക്വഡോറിന്റെ തലസ്ഥാനമാണ് ക്വിറ്റോ. അപ്പൊ ഭൂമധ്യരേഖ മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലം ഏതെന്ന് ചോദ്യം വന്നാൽ ഏതാണ്? അത് ക്വിറ്റോ ആണ്. ഇക്വഡോറിന്റെ തലസ്ഥാനമായിട്ടുള്ള ക്വിറ്റോ. ഇനി ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കടക്കുന്ന ഒരു നദി ഉണ്ട്. അതേതാണെന്ന് അറിയോ? കോങ്കോ നദിയാണ്. കോങ്കോ നദി. ഓക്കെ, കോങ്കോ നദിയാണ് ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കടക്കുന്ന നദി. ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കടക്കുന്ന നദിയാണ്. ഇതൊന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. കോങ്കോ നദിയാണ്. അതായത് ഇതാണ് ഭൂമധ്യരേഖ. ഈ പോണതാണ് ഭൂമധ്യരേഖ. ഇനി നദി. ഓക്കെ, ഇത് ഇങ്ങനെ വരികയാണ്.
ഒന്ന് മുറിച്ച് കടന്നു. ഓക്കെ, ഒരു വട്ടം മുറിച്ച് കടന്നല്ലോ. ഇനി ഇതാ അങ്ങോട്ടും പോവാണ്. അപ്പൊ എന്തായി? 2 വട്ടം മുറിച്ച് കടന്നു. ഓക്കെ, അപ്പൊ ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കടക്കുന്ന നദി ഏത് എന്ന് ചോദ്യം വന്ന ഏതാണ്? അത് കോങ്കോ നദിയാണ്. കോങ്കോ റിവർ ആണ് ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കടക്കുന്ന നദി. പഠിച്ചിട്ട് പോയിക്കോ, ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കടക്കുന്ന നദിയാണ് കോങ്കോ നദി. ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കടക്കുന്ന നദിയാണ് കോങ്കോ നദി. ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വരാം. എത്ര രാജ്യങ്ങളിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്? 14. കിട്ടിയല്ലോ. അടുത്തത് ഉത്തരം പറ. ഏതാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം? ഏതാണ്? ബ്രസീലാണ്. അതും കിട്ടിയല്ലോ. ഇനി ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏതാണ്? ഏഷ്യ ഏതാണ്? ഇന്തോനേഷ്യ. അവിടെയും ഏഷ്യ ഉണ്ട്. അപ്പൊ ഇന്തോനേഷ്യ എന്താണ് അറിയപ്പെടുന്നത്? ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്നത് ഇന്തോനേഷ്യയാണ്. ഇനി ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക തലസ്ഥാനം ഏതാണ്? ക്വിറ്റോ. ഓക്കെ, ക്വിറ്റോ. ഇത് ഏതിന്റെ തലസ്ഥാനമാണ്? ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ക്വിറ്റോ? ഇക്വഡോറിന്റെ തലസ്ഥാനമാണ് ക്വിറ്റോ. ഭൂമധ്യരേഖ മാർക്ക് ചെയ്തിട്ടുള്ള ഒരേ ഒരു സ്ഥലം ഏതാണ്? ക്വിറ്റോ. ഭൂമധ്യരേഖ മാർക്ക് ചെയ്തിട്ടുള്ള, അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു സ്ഥലമാണ് ക്വിറ്റോ. ഓക്കെ, പിന്നെ ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കടക്കുന്ന നദി ഏതാണ്? കോങ്കോ നദിയാണ്. ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കടക്കുന്ന നദി കോങ്കോ റിവർ ആണ് ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കടക്കുന്ന നദി. ഇത്രയും പോയിന്റ്സ് എന്തായാലും പെർഫെക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഭൂമധ്യരേഖയുമായി ബന്ധപ്പെട്ട്, അതായത് വലിയ വൃത്തം എന്നറിയപ്പെടുന്ന ഏതാണ്? ഭൂമധ്യരേഖയാണ്. ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതാണ്? ഭൂമധ്യരേഖയാണ് കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം പെർഫെക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അത് ഡൗട്ട് ഇല്ലല്ലോ. ഭൂമധ്യരേഖയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഞാൻ പഠിപ്പിച്ച ഈ പോയിന്റ്സ് ഒന്നും ഇനി ഒന്നും ഡൗട്ട് വരില്ലല്ലോ. ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു പോയിട്ടില്ലേ? പെർഫെക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ സെറ്റ് ആക്കി വെക്കുക. ഇത്ര പോയിന്റ്സ് ക്ലിയർ ആക്കുക. ഇനി ഞാൻ പറഞ്ഞു ഇന്ത്യയിലൂടെ ഇത് കടന്നു പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പഠിപ്പിച്ചിട്ട് പോട്ടെ, എന്നാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഭൂമധ്യരേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നില്ല, അതൊരു അക്ഷാംശ രേഖയാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാന അക്ഷാംശ രേഖ ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഉത്തരായന രേഖ. ഓക്കെ, 23.5 ഡിഗ്രി നോർത്ത്. ഓക്കെ, 23.5 ഡിഗ്രി നോർത്ത്. ഓക്കെ, ഉത്തരായന രേഖ. ഇതിൽ നമുക്ക് എന്താണ് ചോദ്യം വരിക? ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് ഇന്ത്യയിലൂടെ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. ഇന്ത്യയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്നു പഠിച്ചോ. ഓക്കെ, ഇന്ത്യയുടെ മധ്യത്തിലൂടെ എന്ത് കടന്നു പോകുന്നുണ്ട്? ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട്. ആ മധ്യത്തിലൂടെ എന്ന് പഠിച്ചത് എന്തിനാന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഈ കോഡൊന്ന് പഠിച്ചു വെക്കോ. MGR കിട്ടിയോ? MGRന് 3 ടൈംസ് JCB മിസ്സായി. ഓക്കെ, ഇതുവരെ കിട്ടിയോ? MGRന് 3 ടൈംസ് JCB മിസ്സായി. MGRന് 3 ടൈംസ് JCB മിസ്സായി. ചോദ്യം എന്താണ്? ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഓക്കെ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അതിൽ പെടാത്തത് ഏതെന്നായിരിക്കും ചോദ്യം വരിക. ഇനി ശ്രദ്ധിച്ച് പഠിച്ചോ. ആദ്യം നമ്മൾ M കണ്ടു. M കണ്ട നമുക്ക് എന്ത് ഡൗട്ട് പോവും? M കണ്ട എന്താണ് ഡൗട്ട് പോവുക? മഹാരാഷ്ട്രയാണോ എന്നൊരു ഡൗട്ട് പോവും. ഓക്കെ, അതൊരു ഡൗട്ടാണ്. ഉത്തരം അതല്ല, മധ്യപ്രദേശാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ നേരത്തെ പറഞ്ഞു തന്നത്? ഉത്തരായന രേഖ ഇന്ത്യയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പഠിച്ചു. അപ്പൊ മധ്യപ്രദേശ്. M എന്താണ്? മധ്യപ്രദേശാണ്. ഓക്കെ, കണക്ട് ചെയ്തോ? M മധ്യപ്രദേശ്. ഇനി ഈ G എന്താണ്? G വെച്ചിട്ട് ആകെ ഒന്നേ ഓർമ്മ വരുള്ളൂ. G എന്താണ്? ഗുജറാത്ത് ആണ്. ഓക്കെ, ഗുജറാത്ത് പ്രധാനമായിട്ട് അതല്ലേ ഓർമ്മ വരുള്ളൂ. അപ്പൊ ഗുജറാത്ത് ഓർത്തു വെക്കുക. ഗുജറാത്ത് ആണ്. ഇനി വേറൊന്നും ഓർത്തു പോകുന്നു വേണ്ട. G ഗുജറാത്ത് ആണ്. G എന്താണ്? ഗുജറാത്ത്. അപ്പൊ M കിട്ടി, G കിട്ടി. R എന്താണ്? R സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. രാജസ്ഥാനാണ്. R രാജസ്ഥാനാണ്. ഇനി MGRന് 3 ടൈംസ്. ഈ 3 വെച്ചിട്ട് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? 3 ത്രിപുര. 3 എന്താണ്? ത്രിപുര. അപ്പൊ ത്രിപുര കിട്ടിയല്ലോ. 3 എന്താണ്? ത്രിപുര. ഓക്കെ, ത്രിപുര. 3 ടൈംസ് JCB. J എന്താണ്? J ജാർഖണ്ഡ് ആണ്. C ഛത്തീസ്ഗഡ് ആണ്. B ബംഗാളാണ്. ഓക്കെ, B ബംഗാളാണ്. ഇനി അവസാനം ഞാൻ പറഞ്ഞു മിസ്സായി എന്ന് പറഞ്ഞു. അതെന്താണ്? മിസോറാം ആണ്. ഇത്ര കാര്യങ്ങൾ കിട്ടിയോ? കോഡ് എന്താണെന്ന് പറ. MGRന് 3 ടൈംസ് JCB മിസ്സായി. ആദ്യം എന്തറിയണം? ചോദ്യം എന്താവും അറിയണം.
താഴെ തന്നിരിക്കുന്നതിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതെന്നാവും. അപ്പൊ അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. ഏതൊക്കെയാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ? ആദ്യം ഞാൻ പറഞ്ഞു എന്താണ്? മധ്യപ്രദേശ്, മധ്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ മധ്യപ്രദേശ് കിട്ടി. ഇനി ജി ആണ് അല്ലെ, രണ്ടാമത്തെ എന്താണ്? ജി ആണ്. ജി എന്താണ്? ഗുജറാത്ത് ആണ്. കിട്ടുമല്ലോ, MGR എന്നല്ലേ നമ്മൾ പഠിച്ചത്. ജി എന്താണ്? ഗുജറാത്ത് ആണ്. ആറ് എന്താണ്? കിട്ടിയോ? ആറ് രാജസ്ഥാൻ ആണ്. രാജസ്ഥാൻ. അപ്പൊ 3 എണ്ണായി അല്ലെ. 6 രാജസ്ഥാൻ ആണ്. MGR 3 ടൈംസ്. ഓക്കെ, MGRന് 3 ടൈംസ്. 3 എന്താണ്? ത്രിപുരയുടെ 3 ആണ് കേട്ടോ. 3 ടൈംസ്. JCB, ജെ എന്താണ്? ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡ്. ഓക്കെ, ജെ ജാർഖണ്ഡ് ആണ്. സി എന്താണ്? ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡ്. ഓക്കെ, സി ഛത്തീസ്ഗഡ് ആണ്. ഇനി JCB, ബി എന്താണ്? ബംഗാൾ ആണ് കേട്ടോ. ബി ബംഗാൾ ആണ്. ബംഗാൾ. ഓക്കെ, JCB. പിന്നെ എന്ത് പഠിച്ചു? മിസ്സായി എന്ന് പഠിച്ചു. അതെന്താണ്? മിസോറാം. ഓക്കെ, മിസോറാം ആണ്. ക്ലിയർ അല്ലേ? ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പൊ ഈ 8 സംസ്ഥാനങ്ങളും കിട്ടിയല്ലോ. അതായത് ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചിലപ്പോൾ ചോദ്യം വരും. അതെന്താണ്? 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. നമ്മൾ നേരത്തെ ഒരു എണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 14 ആണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 8 ആണ്. ഓക്കെ, ഈ രാജ്യങ്ങളിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫുൾ രാജ്യങ്ങളുടെ പേരൊന്നും പഠിക്കണ്ട. ഈ രാജ്യങ്ങൾ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഒന്ന്, ഇന്ത്യയിലൂടെ കടന്നു പോകുന്നില്ല എന്ന് ആദ്യം അറിഞ്ഞോ. പിന്നെ ഏഷ്യൻ രാജ്യം, ഒരു ഏഷ്യൻ രാജ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ഇന്തോനേഷ്യ ആണെന്നും നമ്മൾ പഠിച്ചു. ഏറ്റവും വലിയ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ബ്രസീൽ ആണെന്നും നമ്മൾ പഠിച്ചു അല്ലെ. റഷ്യ ഒക്കെ ചിലപ്പോൾ ഓപ്ഷൻ തരും. ബ്രസീലാണ് ഏറ്റവും വലിയ രാജ്യം. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ബ്രസീലാണ്. ഒരേ ഒരു തലസ്ഥാനം ക്വിറ്റോ ആണ്. ഇക്വഡോറിന്റെ തലസ്ഥാനമായിട്ടുള്ള ക്വിറ്റോ ആണ്. 2 തവണ മുറിച്ച് കിടക്കുന്ന നദിയാണ് കോങ്കോ നദി. ഇത്രയൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ അത് ക്ലിയർ ആണ്. ഇനി 8 സംസ്ഥാനങ്ങളുടെ പേരൊന്ന് പഠിച്ചു വെക്കുക. അതായത് ഉത്തരായന രേഖ കടന്നു പോകുന്ന 8 സംസ്ഥാനങ്ങൾ. ഉത്തരായന രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നു നമ്മൾ പഠിച്ചു. അപ്പൊ അത് 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ചോദ്യം എങ്ങനെയാണ് വരിക? താഴെ തന്നിരിക്കുന്നതിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത്? പോകാത്തത്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് തന്നെ ഓപ്ഷനിൽ എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ആദ്യം M4 മധ്യപ്രദേശ്. എന്താണ് കോഡ്? എന്താണ്? ഓർമ്മ ഉണ്ടോ? MGRന് 3 ടൈംസ് JCB മിസ്സായി. MGRന് 3 ടൈംസ് JCB മിസ്സായി. M എന്താണ്? മധ്യപ്രദേശ് ആണ്. മധ്യത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ മഹാരാഷ്ട്ര ആലോചിക്കരുത്. ജി എന്താണ്? ഗുജറാത്ത് ആണ്. 6 രാജസ്ഥാൻ ആണ്. 3 ത്രിപുര. 3 ടൈംസ് ജെ ജാർഖണ്ഡ് ആണ്. സി ഛത്തീസ്ഗഡ് ആണ്. ബി ബംഗാൾ ആണ്. മിസ്സായി, അത് മിസോറാം ആണ്. ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ കോഡ് ഒന്നുകൂടെ ആലോചിച്ചോ. MGRന് 3 ടൈംസ് JCB മിസ്സായി. അപ്പൊ ഉത്തരായന രേഖ കടന്നു പോകുന്ന 8 സംസ്ഥാനങ്ങളും നമ്മൾ കാണാതെ തന്നെ പഠിച്ചിട്ടുണ്ട്. M എന്താണ്? മധ്യപ്രദേശ് ആണ്. ജി ഗുജറാത്ത് ആണ്. 6 എന്താണ്? രാജസ്ഥാൻ ആണ്. 3 ത്രിപുര. 3 ടൈംസ് ആണ് അല്ലെ. 3 ടൈംസ് ജെ ജാർഖണ്ഡ് ആണ്. സി ഛത്തീസ്ഗഡ് ആണ്. ബി ബംഗാൾ ആണ്. മിസ്സായി എന്ന് പറയുന്നത് മിസോറാം ആണെന്നും നമ്മൾ പഠിച്ചു. ഗ്ലോബിൽ കുറുകെയുള്ള രേഖകൾ, അതായത് ഭൂപടത്തിൽ കുറുകെയുള്ള രേഖകളാണ് അക്ഷാംശ രേഖകൾ. അക്ഷാംശ രേഖകൾ ഞാൻ കാണിച്ചു തന്നു അല്ലെ. മാർക്ക് ചെയ്തിട്ട് തന്നെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അക്ഷാംശ രേഖകൾ. ഇനി അത് ആലോചിച്ച് വെക്കാൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അക്ഷാംശ രേഖകൾ ചിലപ്പോൾ അത് പിന്നെയും ഓർത്തു വെക്കുമ്പോൾ മാറിപ്പോകും. അതായത് നമ്മൾ ആദ്യ അക്ഷരം എഴുതുക എന്നൊക്കെ പറയില്ല. അപ്പൊ അക്ഷരം എഴുതുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ളൂ നമ്മൾ എഴുതി പോവുക. നമ്മൾ ഒരിക്കലും അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതില്ല. ഇങ്ങനെയല്ല നമ്മൾ കാര്യങ്ങൾ എഴുതി പോവുക. അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതി പോകും. അപ്പൊ അങ്ങനെ ആലോചിക്കുക. അക്ഷാംശ രേഖ എന്ന് കണ്ടാൽ അത് ഇങ്ങനെ അക്ഷരം വെച്ചിട്ട് കണക്ട് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മുടെ അക്ഷരങ്ങൾ എങ്ങനെയാണ് പോവുക. ഓക്കെ, അപ്പൊ അത് കണക്ട് ചെയ്തൂടെ? അപ്പൊ അക്ഷാംശ രേഖ എന്ന് കണ്ടാൽ അക്ഷരങ്ങൾ ഇങ്ങനെ ഇങ്ങനെയല്ലേ എഴുതുക? ഇതല്ലേ ആന്ന് നമ്മൾ ഇങ്ങനെ എഴുതൂലല്ലോ. ഓക്കെ, ഇത് രേഖാംശ രേഖ, ഇതാണ് അക്ഷാംശ രേഖ. അപ്പൊ അക്ഷരങ്ങൾ ഇങ്ങനെയാണ് എഴുതാന്ന് ആലോചിച്ചാൽ മതി. ഇങ്ങോട്ടാണ്. ഓക്കെ, അപ്പൊ അതാണ് അക്ഷാംശ രേഖ. ഇങ്ങനെയുള്ളതാണ് രേഖാംശ രേഖ. ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. അക്ഷാംശ രേഖ ക്ലിയർ ആണ്. ഭൂമധ്യരേഖ പഠിക്കണം. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഭൗമോപരിതലത്തിലെ ആകെ അക്ഷാംശ രേഖകളുടെ എണ്ണം എത്രയാണ്? 181 ആണ്. 181. 90. പിന്നെ ഒരെണ്ണം ഉണ്ടല്ലോ, അതാണ് ഭൂമധ്യരേഖ. അപ്പുറത്ത് 90, ഇപ്പുറത്ത് 90. അങ്ങനെ 180ഉം പിന്നെ ഒരെണ്ണമാണ് ഭൂമധ്യരേഖ. ഓക്കെ, അപ്പൊ ഈ എണ്ണം പഠിച്ചു വെച്ചോ. ആകെ അക്ഷാംശ രേഖകളുടെ എണ്ണം 181 ആണ്. രേഖാംശ രേഖകളുടെ എണ്ണം 360 ആണ്. രണ്ടും ഇപ്പൊ തന്നെ പഠിച്ചിട്ട് പോയിക്കോ. അപ്പൊ കൺഫ്യൂഷൻ വരണല്ലോ, ഒപ്പം പഠിച്ചാൽ മതി. അക്ഷാംശ രേഖകൾ, അതായത് ഇങ്ങനെയുള്ള രേഖകളുടെ എണ്ണം, അതിലാണ് ഭൂമധ്യരേഖ പെടുന്നത്. അതാണ് ഈ 1ന്റെ കണക്ക്. ഒരെണ്ണം എക്സ്ട്രാ വരുന്നത് ഭൂമധ്യരേഖയാണ്. ഭൂമധ്യരേഖ. ഓക്കെ, ഭൂമധ്യം, അതാണ് ഭൂമധ്യരേഖയാണ് ആ ഒരെണ്ണമായിട്ട് വരുന്നത്. പിന്നെ 90, അങ്ങനെ 180. ടോട്ടൽ 181 അക്ഷാംശ രേഖകളാണ് ഉള്ളത്.
ഗ്ലോബിൽ നടുകയുള്ള രേഖകൾ എന്താണ്? രേഖാംശ രേഖ. നെടുകയുള്ള രേഖകളാണ് രേഖാംശ രേഖകൾ. രേഖാംശ രേഖകൾ. ഈ രേഖാംശ രേഖകളുടെ സെന്ററിലുള്ളതാണ് ഗ്രീനിച്ച് രേഖ. അതിലും ഒരുപാട് നമുക്ക് പഠിക്കാണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം അറിഞ്ഞു വെച്ചോ. അതെന്താണ്? ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത് നമ്മുടെ സമയം കണക്കാക്കുന്നതാണ് അല്ലെ? സമയം. അപ്പൊ ഗ്രീനിച്ച് സമയത്തേക്കാൾ ഇന്ത്യൻ സമയം എത്ര മുന്നിലാണ്? 5.5 മണിക്കൂർ. അതായത് വ്യത്യാസമാണ് ചോദിക്കുക. ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ തരും ഗ്രീനിച്ച് സമയത്തേക്കാൾ ഇന്ത്യൻ സമയത്തിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഓപ്ഷൻ എയിൽ ആര് കടക്കുന്നുണ്ടാവും? ഈ സാധനം ഓപ്ഷൻ എയിൽ കടക്കുന്നുണ്ടാവും. 5.5 മണിക്കൂർ പിന്നിൽ. 5.5 മണിക്കൂർ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്? അത് ശരിയാണ്. അതല്ല, അത് തെറ്റാണ് കേട്ടോ. ഓക്കെ, 5.5 മണിക്കൂർ മുന്നിലാണ്. ഓക്കെ, ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സമയം. ഓക്കെ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഇത് മാത്രം അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദ്യം വരും. ഓക്കെ, 5.5 മണിക്കൂർ മുന്നിലാണ്. ഓക്കെ, അതായത് അവിടെ 12 മണിയാണെങ്കിൽ ഇവിടെ 5.5 കണക്ട് ആയല്ലോ. 5.5 മണിക്കൂർ മുന്നിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? ഇനി അവിടെ 12:30 ആണെങ്കിൽ ഇവിടെ 6 മണിയാവും. ഓക്കെ, അപ്പൊ അങ്ങനെ 5.5 മണിക്കൂർ മുന്നിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രീനിച്ച് സമയത്തേക്കാൾ നമ്മൾ 5.5 മണിക്കൂർ മുന്നിലാണ്. രേഖാംശ രേഖയിൽ സെൻട്രൽ കാണുന്നതാണ് ഗ്രീനിച്ച് രേഖ. ഓക്കെ, ആകെ രേഖാംശ രേഖകളുടെ എണ്ണം എത്രയാണ്? 360. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ 360. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? അക്ഷാംശ രേഖകളുടെ എണ്ണം എത്രയാണ്? ഇവിടെ നിന്ന് തന്നെ റിപ്പീറ്റ് ചെയ്യണേ, പഠിച്ചിട്ട് പോയിക്കോ. 181. റിപ്പീറ്റ് ചെയ്ത് നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. 181 അക്ഷാംശ രേഖകളും 360 രേഖാംശ രേഖകളും. 181 അക്ഷാംശ രേഖകളും 360 രേഖാംശ രേഖകളും. 181 അക്ഷാംശ രേഖകളും 360 രേഖാംശ രേഖകളും. ഈ 181 ആ ഒന്നെന്താണ്? ഒന്നെന്താ വിട്ടുകിടക്കുന്നത്? ആ ഒന്നാണ് ഭൂമധ്യരേഖ. 90 അവിടെ, 90 താഴെ. ഓക്കെ, 90 180. ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖാംശ രേഖകൾ. ഇതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിൽ ഈ എണ്ണങ്ങൾ നമ്മൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. ഇതൊക്കെ SCRT തന്ന പോയിന്റ് ആണ്. അപ്പൊ ഈ എണ്ണങ്ങൾ ചോദ്യം വരും. പിന്നെ ഇത് ഗ്ലോബ് കണ്ടുപിടിച്ചത് ആരാണ്? മാൽത്യൂസ് ആണ് കേട്ടോ. മാൽത്യൂസ് ആണ്, ഗ്രീസ് ശാസ്ത്രജ്ഞനായ മാൽത്യൂസ് ആണ്. അപ്പൊ അത് പഠിച്ചു വെക്കുക. ഇത് അറിഞ്ഞു വെച്ചോ. 360 181 181 ഭൂമധ്യരേഖയെ കുറിച്ച് പറഞ്ഞതൊക്കെ പഠിക്കണം. ഈ വലിയ വൃത്തം എന്നറിയപ്പെടുന്നത് ഭൂമധ്യരേഖയാണ്. ഈ ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്നത് ഇന്തോനേഷ്യയാണ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ ഏഷ്യൻ രാജ്യമാണ്. അതായത് ഏറ്റവും വലുത് നല്ല ഒരേ ഒരു ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. അങ്ങനെയാണ് കേട്ടോ ചോദ്യം. വലുതൊന്നും ചോദ്യമില്ല, ഒറ്റൊന്നല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ഇന്തോനേഷ്യയാണ്. ഇനി ഭൂമധ്യരേഖനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. ഇപ്പോഴാണ് ഓർമ്മ വന്നത്, ഞാൻ വിട്ടുപോയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. അതായത് ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നമുക്കറിയാം ഭൂമധ്യരേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നില്ല. പക്ഷെ ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, അല്ലെങ്കിൽ ഒരു സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നുണ്ട്, ഒരു തലസ്ഥാനം സ്ഥിതി ചെയ്യുന്നുണ്ട്, ഒരു തുറമുഖം സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മൂന്നും നമ്മൾ പഠിച്ചിരിക്കണ്ടേ? ഓക്കെ, ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. ഓക്കെ, തമിഴ്നാടാണ് ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഈ സംസ്ഥാനം വെച്ച് നമുക്ക് ഒരു കാര്യം കൂടെ കിട്ടും. അതായത് ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? തൂത്തുക്കുടി തുറമുഖമാണ്. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാനം, അതായത് ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം, അതായത് തലസ്ഥാന നഗരം ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ തിരുവനന്തപുരമാണ് കേട്ടോ. തിരുവനന്തപുരം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഭൂമധ്യരേഖയോടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ തമിഴ്നാട്, തുറമുഖം ഏതാന്ന് ചോദിച്ചാൽ തൂത്തുക്കുടി, തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം. അപ്പൊ സംസ്ഥാനം തമിഴ്നാട്, തുറമുഖം തൂത്തുക്കുടി, പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? തലസ്ഥാനം തിരുവനന്തപുരം. ഇത് മൂന്നും ഒന്ന് പഠിച്ചു വെക്കോ. ഓക്കെ, അപ്പൊ ഭൂമധ്യരേഖയോടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. ഇനി ഇന്ത്യൻ തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം, ഇന്ത്യൻ തുറമുഖം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? തൂത്തുക്കുടി തുറമുഖം. ഇത്ര നമ്മളൊന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതും ഒന്ന് പഠിച്ചു വെക്കുക. ഒന്നുകൂടെ പറയാം. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ബ്രസീലാണ്. 14 രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏക ഏഷ്യൻ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഇന്തോനേഷ്യയാണ്. പിന്നെ ഭൂമധ്യരേഖ കടന്നു പോകുന്ന തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ക്വിറ്റോ. ഇക്വഡോറിന്റെ തലസ്ഥാനമായിട്ടുള്ള ക്വിറ്റോ ആണ്. അവിടെയാണ് ഭൂമധ്യരേഖ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കിടക്കുന്ന ഒരു നദി, അത് ഏതാണ്? കോങ്കോ റിവർ ആണ്. കോങ്കോ നദിയാണ്. അതുവരെ നമ്മൾ പഠിച്ചു. ഇനി ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. ഭൂമധ്യരേഖയിൽ ഇല്ല, അവരൊന്നും ഇല്ല. ഭൂമധ്യരേഖയോടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ തമിഴ്നാട്. ഇന്ത്യൻ തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഇന്ത്യയുടെ തലസ്ഥാനമല്ല, ഇന്ത്യൻ തലസ്ഥാന നഗരം
ഏതാന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം. പിന്നെ നമ്മൾ ഇത് പഠിച്ചു ഇന്ത്യൻ തുറമുഖം ഏതാന്ന് ചോദിച്ചാൽ തൂത്തുക്കുടി തുറമുഖം. ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്തോനേഷ്യയാണ്. ഓക്കെ, വലിയ വൃത്തം എന്നറിയപ്പെടുന്നത് ഭൂമധ്യരേഖയാണ്. ഏറ്റവും വലിയ അക്ഷാംശ രേഖ എന്നറിയപ്പെടുന്നതും ഭൂമധ്യരേഖയാണ്. പിന്നെ ഉത്തരായന രേഖ നമ്മൾ പഠിച്ചു. MGRന് 3 ടൈംസ് JCB മിസ്സായി. M എന്താണ്? മധ്യപ്രദേശാണ്. G ഗുജറാത്താണ്. R രാജസ്ഥാനാണ്. 3 ത്രിപുരയാണ്. ടൈംസ് JCB. J എന്താണ്? J ജാർഖണ്ഡ് ആണ്. C ഛത്തീസ്ഗഡ് ആണ്. B ബംഗാളാണ്. മിസ്സായി അത് മിസോറാം ആണെന്നും നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ പഠിക്കണം. ഭൂമധ്യരേഖയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം. നമ്മുടെ ഗ്രീനിച്ച് സമയത്തേക്കാൾ നമ്മുടെ സമയം എത്ര മുന്നിലാണെന്നും നമ്മൾ പറഞ്ഞു. എത്രയാണ്? 5.5 മണിക്കൂർ മുന്നിലാണ് എന്ന് തന്നെ പഠിക്കണം. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും, പിന്നിലാണെന്നൊക്കെ വരും. ഓക്കെ, പിന്നിലല്ല, നമ്മൾ മുന്നിലാണ്. ഓക്കെ, 5.5 മണിക്കൂർ മുന്നിലാണെന്നും നമ്മൾ പഠിച്ചു വെക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയി ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഠിച്ച കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? ഉത്തരായന രേഖ കടന്നു പോകുന്ന 8 സംസ്ഥാനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. 8 സംസ്ഥാനങ്ങളും പഠിച്ചിട്ട് തന്നെ പോവാ. കാരണം കൺഫ്യൂഷൻ ആക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. G വെച്ചിട്ട് നിങ്ങൾ ഗുജറാത്ത് പഠിച്ചിട്ടുണ്ട്, ഗോവ അവിടെ ഉണ്ടാവും. അപ്പൊ ഗുജറാത്ത് ആണെന്നുള്ളത് പെർഫെക്റ്റ് ആയി തന്നെ പഠിച്ചിട്ട് പോവാ. ഓക്കെ, മധ്യപ്രദേശ് നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷനിൽ മഹാരാഷ്ട്ര ഉണ്ടാവും, അതും M ആണ്. അപ്പൊ മധ്യപ്രദേശ് മധ്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ മധ്യപ്രദേശ് ആണെന്ന് പഠിച്ചിട്ട് തന്നെ പോവാ. പഠിച്ച കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കിയിട്ട് പോവാ. അപ്പൊ നല്ല രീതിയിൽ തന്നെ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.